ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും പേർ വെളിപ്പെടുത്താത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ കഫക്കെട്ടിനാൽ ഭയങ്കരമായി താൻ ഭാരപ്പെടുന്നു. അതേപോലെ തന്നെ ദിനം പ്രതി തൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി വരികയാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ശരീരത്തിനകത്ത് നിൽക്കുന്ന ഡയബറ്റിക്കിൽ നിന്ന് പൂർണ്ണമായും തനിക്കൊരു സൗഖ്യം ദൈവം അയക്കേണ്ടതിനായിട്ടും, അതേപോലെ ആ വീട്ടിൽ അല്ലെങ്കിൽ കഥാവിൻ്റെ വലിയ സംരക്ഷണം തൻ്റെ വെളിയിൽ വെളിപ്പെടേണ്ടതിനായിട്ട് ഹല്ലേലൂയ. തൻ്റെ മകളും കുടുംബവും ബാംഗ്ലൂരിലാണ് ഇരിക്കുന്നത്. അവിടെ മകളെയും കുടുംബത്തെ ദൈവം കാക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ മാതാവ് ഹല്ലേലൂയ ഈ മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളും ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എങ്കിൽ എന്നെ കാണുന്ന ഹല്ലേലൂയ ഏതെല്ലാം പട്ടണത്തിൽ ഇത് ശ്രദ്ധിക്കുന്നവരോടും ഞാൻ ഹല്ലേലൂയ ഈ സമയത്ത് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഒരുമനപ്പെടുന്നിടത്താണ് ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മുഖപക്ഷമില്ലാതെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിന് ഒരത്ഭുത സൗഖ്യം ഹല്ലേലൂയ. കർത്താവേ, ആ കണ്ണിൻ്റെ കാഴ്ചയുടെ മേളിൽ ആണിപ്പാടുള്ള കരം അങ്ങ് വയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, കർത്താവെ ഹല്ലേലൂയ തൻ്റെ കഫക്കെട്ടിനെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ദൈവ മഹത്വത്തിന് വേണ്ടി, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പ്രിയ മാതാവിനെ അങ്ങാക്കി തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ കുടുംബത്തിനകത്ത് അങ്ങ് ഹല്ലേലൂയ ഈ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ കർത്താവെ അങ്ങയുടെ മാതാവിനെ ശക്തമായി അങ്ങ് തൊടുവാൻ പോകുന്നതിനായി നന്ദി. ശരീരത്തിനകത്ത് നിൽക്കുന്ന ഡയബറ്റിക്കിൻ്റെ ശക്തി കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. തലമുറയും ഹല്ലേലൂയ കുടുംബത്തെ ദൈവം മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാ നിലയിലും ഒരു ദൈവപ്രവൃത്തി, എല്ലാ നിലയിലും ഒരു ദൈവത്തിൻ്റെ അത്ഭുതം ഇപ്പോൾ ഇവർ കാണട്ടെ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കും വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് 2012 മുതൽ അനേക മീഡിയ മാർഗത്തിൽ അത് കടന്നു വരികയും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ അല്ലെങ്കിൽ പറയുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു വരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം വരെയും അനേകരുടെ വിടുതലിന് വേണ്ടി ഈ എപ്പിസോഡുകൾ തീരുകയും ചെയ്തു. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നലത്തതിനേക്കാൾ വലിപ്പമായ ചിലത് ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കും. കാരണം ഞാൻ ഇന്നലത്തേക്കാൾ ഒന്നുകൂടെ എൻ്റെ പ്രിയനോട് അടുക്കുകയാണ്. ഇന്നലെ മഹത്വമായിരുന്നെങ്കിൽ ഇന്ന് അതിമഹത്വം ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഓരോ ദിവസവും ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി മുമ്പോട്ട് കാലുകൾ വയ്ക്കുകയാണ്. കാരണം ഈ ദേശം എൻ്റെ സ്വന്തമല്ല. ഹല്ലേലൂയ. ഞാൻ പരദേശിയാണ്. എൻ്റെ കർത്താവ് അറിയാം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കുന്ന നാളുകൾ ഹല്ലേലൂയ എന്നെ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും എന്നിലൂടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് ഈ ചാനൽ മാറ്റാതെ വിശ്വാസത്തോടുകൂടെ മീഡിയ മാർഗത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ ഏത് അറിയാം മാർഗത്തിലുള്ളവരോ ഏത് മതത്തിൽപ്പെട്ടവരോ ഏത് സംഘടനയിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, അറിയാം ആക്സിഡൻ്റലി അല്ല നിങ്ങൾ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കണ്ടുമുട്ടുന്നില്ലല്ലോ. എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഒന്നുകൂടെ ആഴം പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ ജീവിതത്തിനകത്തൊരു ടെസ്റ്റ് മണിയാണ് 1998 എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരും. ഒരു ദൈവശബ്ദം നിങ്ങളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ വഴിയടഞ്ഞ അനുഭവത്തിനകത്ത് അവൻ്റെ ശബ്ദം വാതിലുകളെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളോടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, യേശു വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അറിയാം, നിങ്ങൾ മറ്റൊന്നും നോക്കാതെ ഇപ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആ നിലയിൽ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആരും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ദൈവത്തെ അറിയാം, മുറുകെ പിടിക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത, പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും തള്ളിക്കളയാത്ത ആ വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകാം. 38 വർഷമായിട്ടും ആ കുളക്കടവിൽ കിടക്കുന്നവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. യേശു അവൻ്റെ അടുക്കൽ വന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ മറുപടി പറയുകയാണ്, ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സഹായമുള്ളവൻ, കരുത്തുള്ളവൻ എനിക്ക് മുമ്പായി ഇറങ്ങി വിടുതൽ പ്രാപിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ. സഹായിക്കാൻ കഴിയുന്നവരുണ്ടാകാം, ഹല്ലേലൂയ. ബലമുള്ളവരുണ്ടാകാം, ഹല്ലേലൂയ. നിന്നെ ആ കുളത്തിലാക്കാൻ ആൾക്കാരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ദൂതന്മാർ ഇറങ്ങുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരും സഹായമില്ലാത്ത നിനക്ക് വേണ്ടി എൻ്റെ ദൈവം നേരിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഭാരപ്പെടരുത്, പതറരുത്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭയങ്കര അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസത്തോടു കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ നാളുകളായി ചിലവർ ചോദിക്കുന്നുണ്ട്, എൻ്റെ വിഷയത്തിനകത്ത് മാത്രം മാറ്റമില്ലല്ലോ, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഒരു വഴി ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ഹല്ലേലൂയ പലവരും ഇന്ന് നിരാശയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാനിത് പ്രസംഗിക്കാൻ കാരണം, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ഒത്തിരി സ്നേഹിച്ച ഒരു സഹോദരി എനിക്കറിയാം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, ഹല്ലേലൂയ, ഒരു ഹൈന്ദവ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. ഹല്ലേലൂയ. വീടും എല്ലാം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ആദ്യമേ കർത്താവിന് വേണ്ടി ഇറങ്ങി കർത്താവിനെ അറിഞ്ഞപ്പോൾ തൻ്റെ ഹല്ലേലൂയ ഭർത്താവ് പറഞ്ഞു, ഇനി യേശുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് പോലും ബലത്തോടെ ദൈവത്തെ ആരാധിച്ച ഹല്ലേലൂയ ആ സഹോദരി 2ാമത്തെ പ്രാവശ്യം ആരാധന കഴിഞ്ഞ് നിന്നപ്പോൾ ഭർത്താവ് പെട്രോൾ ഒഴിച്ച്, ഇനി ഈ ബൈബിൾ എടുത്താൽ ഹല്ലേലൂയ അവർ പറഞ്ഞു, ഞാൻ ആരെക്കാളും അധികം യേശുവിനെ സ്നേഹിക്കുന്നതിനാണ്. ഹല്ലേലൂയ. ആ സഹോദരി അന്ന് രാത്രി ബലത്തോടെ നിൽക്കുമ്പോൾ തൻ്റെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. ആ രാത്രി തന്നെ അറിയാം മരിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് വന്നു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം തെള്ളി അറിയാം വീട്ടിന് പുറത്തിറക്കി. നാളുകൾ വീടോ അറിയാം മക്കളെ ഒന്നും കാണാൻ പറ്റാതെ ജീവിച്ചു. ആ സഹോദരി ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഹല്ലേലൂയ. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന സഹോദരി, തൻ്റെ മകളുടെ വിവാഹത്തിന് ആരും സഹായിക്കാനില്ല എന്നിട്ടും കർത്താവ് അത്ഭുതകരമായി വിവാഹം നടത്തി അറിയാം ഭവനം കൊടുത്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇനി ദൈവത്തെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്ന കൈക്ക് ഒരിച്ചിരി പ്രശ്നം പറ്റി. ആ നിലയിൽ നോക്കുമ്പോൾ തൻ്റെ മകന് വലിയ പ്രായമില്ല, ഒരു ഹൈന്ദവ മാർഗത്തിൽ പോയി വിവാഹം കഴിക്കുന്ന ഇടയായി തീർന്നു. എല്ലാ നിലയിലും ഭാരപ്പെട്ട് ആ സഹോദരി അറിയാം, ഞാൻ ആ സൗകര്യം വിളിച്ചു, മീറ്റിങ്ങിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി ദൈവത്തെ വിളിക്കാൻ വയ്യ. ജീവിതത്തിനകത്ത് അനേക ഭാരങ്ങളും പ്രയാസങ്ങളും അറിയാം വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാനൊരു ചോദ്യം പോലെ ഇന്നത്തെ ഈ വിഷയം പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത്? ഹല്ലേലൂയ. ഞാനൊരു 3 ചിന്തയായി നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന ദൈവവിശ്വാസികൾ ഹല്ലേലൂയ അവർ വിശ്വാസികളായി മാത്രം ജീവിക്കുകയല്ല, യേശുവിൻ്റെ രക്തത്താൽ അവരെ വിലയ്ക്ക് വാങ്ങുകയും അറിയാം മക്കളാകുവാനുള്ള പദവി എനിക്കും നിങ്ങൾക്കും തരികയും ചെയ്തു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ
ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ എന്നെയും നിങ്ങളെയും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുകയും ഇന്ന് സ്വപുത്രൻ്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ അവകാശിയായി ഞാൻ നിങ്ങളും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കും 2 മക്കളുണ്ട്. ഈ 2 മക്കൾ ഒരു ചില വർഷങ്ങളൊന്നും കഴിഞ്ഞപ്പോഴാണ് എനിക്കും എന്നോടും ദൈവാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങിയത്. എൻ്റെ മൂത്ത മകൻ ഹല്ലേലൂയ ഇന്ന് 12ാമത്തെ വയസ്സിലോട്ട് വരികയാണ്. ഹല്ലേലൂയ. അവന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അവന് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പലവരും എന്നെ ശ്രദ്ധിക്കുന്നവർ മക്കളുള്ളവരാണ്. ഹല്ലേലൂയ. ഈ മക്കളുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നു? ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് അവർക്ക് നന്മയായുള്ളത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അവർക്ക് ദോഷമായതൊന്നും ചെയ്യത്തില്ല. എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എല്ലാം നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നല്ല പിതാവും നല്ല മാതാവും. ഹല്ലേലൂയ. എൻ്റെ മകന് കാറ് ഓടിക്കണമെന്ന് ചോദിച്ചാൽ കാറിൻ്റെ താക്കോല് ഞാൻ കൊടുക്കാറില്ല. ബൈക്ക് ഓടിക്കണമെന്ന് ചോദിച്ചാൽ ബൈക്കിൻ്റെ താക്കോല് ഞാൻ കൊടുക്കത്തില്ല. അവന് ഭയങ്കര ആഗ്രഹമാണ് ഇതൊക്കെ ഓടിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. പക്ഷേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവൻ്റെ ജീവിതത്തിൽ നന്മയല്ല എന്ന് പിതാവായ എനിക്കറിയാം. ഇതേപോലെ ഞാനിതുങ്ങളും പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് സകലതും നന്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ കൊരിന്ത്യർ ലേഖനം 2:9 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, വില തന്ന് വീണ്ടെടുത്ത നല്ല പിതാവായ യേശു എന്തുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലതിന് മറുപടി തരാത്തതെന്ന് ചോദിച്ചാൽ, അതിപ്പോൾ നിനക്ക് ലഭിച്ചാൽ അത് ഒരുപക്ഷെ നിന്റെ നന്മയല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നീ പോകാത്തത് കൊണ്ടാണ്. എന്നാൽ സകലതും തക്ക സമയത്ത് ഒരുക്കുന്നു. ഹല്ലേലൂയ. നീണ്ട നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, ചില വിഷയത്തിനകത്ത് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ദൈവത്തിൻ്റെ സമയത്ത്, തക്ക സമയത്ത് ദൈവം അത് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അത് വെളിപ്പെട്ടാൽ നന്മയാകത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലത് ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തത് ചിലത് നടക്കാതെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഉന്നതനാണ്. ഹല്ലേലൂയ. എൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഹല്ലേലൂയ. അത് ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും തിരിച്ചറിയുക, നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചിലത് അത് ദൈവത്തിൻ്റെ സമയത്തിലോട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ചിലത് ലഭിക്കാത്തത് അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് നന്മയാകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രതീക്ഷയോടെ നിൽക്കുക, അതിൻ്റെ മുമ്പിൽ പുത്തൻ വഴികളെ തുറന്ന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്കിൽ രണ്ടാമത്തെ ചിന്ത തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. അറിയാം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഹല്ലേലൂയ. എൻ്റെ മക്കൾ ഹല്ലേലൂയ, ഞാൻ അവർക്ക് എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അവരെന്നിൽ നിന്ന് ഞാൻ പറയുന്നതൊന്നും ഹല്ലേലൂയ സ്വീകരിക്കാതെ, അനുസരിക്കാതെ, ഹല്ലേലൂയ, അവരവരെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ചിലത് ഞാൻ ചെയ്യണമെന്നില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിൽ അവർ വളരുക എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുക്കിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. 2-ാമത്തെ വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം തൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വലിയ ആഴം മനസ്സിലാകും. ദൈവത്തിൽ അകന്നുപോയ ഒരു ജനം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരുടെ അകൃത്യവും അവരുടെ പാപവും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞു. അവർ എത്രത്തോളം പ്രാർത്ഥിച്ചാലും ദൈവം അത് കാണുന്നില്ല, ദൈവം അത് കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, സദൃശവാക്യക്കാരൻ വ്യക്തമായി പറയുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക്, ഹല്ലേലൂയ, അങ്ങയുടെ ഹിതപ്രകാരം എനിക്കൊന്ന് അടുത്തു വരുവാനായിട്ട്, ഹല്ലേലൂയ, അങ്ങയുടെ ഇഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് ജീവിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്കൊണ്ടല്ല. ഞാൻ ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നു, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെ വലിപ്പത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്നവരെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ ഒത്തിരി പേരുണ്ടാകാം, നിരാശപ്പെട്ടവരുണ്ടാകാം, അല്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞവരുണ്ടാകാം. എന്നാൽ അതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടെ ഈ ഹല്ലേലൂയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ അടുക്കലേക്ക് അടുക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ആ മാസങ്ങളിലൊക്കെ ഭയങ്കരമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഒത്തിരി ഹല്ലേലൂയ ജീവിതത്തിനകത്ത് നന്മകളുണ്ട് കണ്ടവരുണ്ട്, പക്ഷേ ഇന്ന് തലമുറയുടെ വിഷയത്തിനകത്തൊന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒത്തിരി പേരെ ഞാൻ കേൾക്കുന്നു. എന്നെ കേൾക്കുന്നവരെ ഈ സമയത്ത് വ്യക്തമായിട്ട് ഒന്നുകൂടി നടക്കാൻ പറ്റുന്നവർ, ഹല്ലേലൂയ, കണ്ണുകളൊന്ന് അടയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യേശുവേ, അങ്ങയുടെ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ അപ്പ. ഹല്ലേലൂയ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഹല്ലേലൂയ അങ്ങയുടെ ആ നന്മ കാണുവാനായിട്ട്, അല്ലെങ്കിൽ അങ്ങയുടെ വചനം മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാനായിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അവസരം കൂടെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അവസരങ്ങൾ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വീണ്ടും വീണ്ടും നമ്മെ സഹായിക്കുന്നവനാണ്. കാരണം ഹല്ലേലൂയ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവൻ. കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നു, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി തികഞ്ഞു വരികയാണ്. നിങ്ങൾ ബലഹീനരായി പോയിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ആണിപ്പാടുള്ള കരം നിങ്ങളെ താങ്ങുവാൻ പോകുകയാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയം കൂടെ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. അറിയാം, മൂന്നാമത്തെ ചിന്ത, അല്ലെങ്കിൽ ഇതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാടിനകത്ത് നിൽക്കുന്നവർ അറിയാം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് രക്ഷ അനുഭവിച്ചവർ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടവർ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലും ഭൂമിയിലും ഹല്ലേലൂയ അധികാരം അവരുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, സ്വർഗീയമായ താക്കോലുകൾ അവർ കൈവശമാക്കിയവരാണ്. ഒന്നുകൂടെ ആഴം നിങ്ങളോട് പറയുകയാണ്, യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഫിലിപ്പിൻ്റെ കൈസരിയ പ്രദേശത്തോട് മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് യേശു കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട്. സൈഡിൽ അനേകർ യേശു കർത്താവിനെ കാണുവാൻ നിൽപ്പുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇവർ എന്നെക്കുറിച്ച് ആരെന്നാ പറയുന്നത്? ഹല്ലേലൂയ. ശിഷ്യന്മാർ പലവരും പല പേരുകളാണ് പറഞ്ഞത്. നീ ഏലിയാവെന്നും, നീ യിരെമ്യാവെന്നും, പ്രവാചകന്മാരിൽ ഹല്ലേലൂയ പല മേഖലയിൽ അവർ പേരുകൾ പറയുമ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാണും. കാരണം യേശു കർത്താവ് മുമ്പിലാണല്ലോ പോകുന്നത്. ഹല്ലേലൂയ. മുമ്പിൽ നിന്ന് തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്നാ പറയുന്നത്? ഹല്ലേലൂയ. കൂടെ നടക്കുന്ന 12 പേരോടും ഒരേപോലെ ചോദിക്കുകയാണ്. അതിൻ്റെ നടുവിൽ പത്രോസ് മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ സമയത്ത് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പത്രോസ് ഇത് പറയുമ്പോൾ യേശു കർത്താവ് ഒന്ന് തിരിഞ്ഞ് എൻ്റെ കാഴ്ചയിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ചിന്തിക്കുന്ന പത്രോസിൻ്റെ കരം ഒന്ന് പിടിച്ചു. പത്രോസിൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും ആ 11 പേരുടെ അടുക്കൽ നിന്നും മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡവും രക്തവും അല്ല. ഹല്ലേലൂയ. എൻ്റെ സ്വർഗ്ഗസ്നായ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. പിതാവിൽ അല്ലാതെ ആർക്കും ഞാൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് ആർക്കും വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. പത്രോസിനോട് പറയാണ്, ഞാൻ ഈ വെളിപ്പാടിൽ ഹല്ലേലൂയ ഇന്നീ പറഞ്ഞ ഈ ആശയത്തിനകത്ത് എൻ്റെ സഭയെ ഞാൻ പണിയും. എന്നെ കേൾക്കുന്ന പുതിയ ദൈവവിശ്വാസികളെ, ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഒരു വെളിപ്പാടിലാണ്. ഹല്ലേലൂയ. വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല. ചലിക്കാത്ത ഹല്ലേലൂയ ചലനമില്ലാത്ത സ്ഥലങ്ങളിലല്ല എൻ്റെ ദൈവം നിൽക്കുന്നത്. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ പറയുന്നുള്ളൂ, ഞാൻ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രാവശ്യം തൊഴുതിട്ടുണ്ട്. ഹല്ലേലൂയ. ചില ഇടങ്ങളിൽ നോക്കിയാൽ അറിയാം, ഹല്ലേലൂയ ഇത്ര ദിവസം ഇത്ര മാസം പോകണം, ഹല്ലേലൂയ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കണം. ഇതല്ല ഹല്ലേലൂയ ദൈവം എന്ന് പറയുന്നത്. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു വെളിപ്പാടിൻ്റെ ആഴമാണ്. ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്വർഗം വിട്ട് ഹല്ലേലൂയ ദൈവ രൂപം ഹല്ലേലൂയ മുറുകെ പിടിക്കാതെ, തൻ്റെ മഹത്വത്തോടെ ഹല്ലേലൂയ ആ തൻ്റെ മഹത്വത്തെ മുറുകെ പിടിക്കാതെ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വേഷത്തിൽ മനുഷ്യനായി 2023 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പകരക്കാരനായി എൻ്റെ പാപത്തിനും എൻ്റെ
രോഗത്തിനും എൻ്റെ ശാപത്തിനും പകരമായി മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. വിശ്വസിക്കുന്നതിലുണ്ടെങ്കിൽ ഇതൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. യേശു എൻ്റെ ദൈവമെന്ന് ഹല്ലേലൂയ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നതിനോട് പത്രോസ് പറഞ്ഞ അതേ വെളിപ്പാടിൽ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, സ്വർഗത്തിനും ഭൂമിക്കും അധികാരം നിങ്ങളുടെയും എൻ്റെയും മേളിലാണ് നിൽക്കുന്നത്. എവിടെയാണ് അധികാരം നിൽക്കുന്നത്? യേശു എന്ന നാമത്തിൻ്റെ മേളിലാണ് അധികാരം. ആ താക്കോലാണ് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ തന്നിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, നിങ്ങൾ ഏത് വിഷയത്തിനകത്തും വഴി തുറക്കുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ രോഗികളാകാം. രോഗിയായി തീരണമെന്നല്ല യേശു ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യത്തെ സ്വീകരിക്കുക. ഹല്ലേലൂയ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ചിലരോട് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ആ കടബാധ്യതയിൽ മുമ്പോട്ട് പോകുന്നവർ, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല എന്ന് പറയുന്നവരുണ്ടാകാം. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നത് കർത്താവിൻ്റെ വലിപ്പത്തിനകത്താണ്. വിശ്വാസത്തിൽ, വെളിപ്പാടിൽ നിങ്ങൾ പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ പത്രോസിനോട് പറയാണ്, ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരികയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഹല്ലേലൂയ. യേശു എൻ്റെ ദൈവമാണെന്ന് പറയുന്നത്, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്ന എല്ലാവരുടെ കയ്യിലും സ്വർഗത്തിന്റെ താക്കോൽ കയ്യിലിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വർഗീയന്മാരും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുന്നവരുമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകക്കാർ അവസാനിക്കുന്നത് പോലെ അവസാനിക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണമേ. അറിയാം, ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവന്റെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ യേശു എൻ്റെ ദൈവമാണെന്ന് പറയാത്തവന്റെ ജീവിതത്തിനകത്ത് എല്ലാ പ്രാർത്ഥനകളും സംഭവിക്കണമെന്നില്ല. കാരണം ഹല്ലേലൂയ, അവന്റെ കയ്യിൽ താക്കോലില്ല. ഹല്ലേലൂയ. താക്കോലുള്ളവരായി മുമ്പോട്ട് ജീവിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയ്ക്കായി ഒരത്ഭുത സാക്ഷ്യത്തിലേക്ക് അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിലേക്ക് അടുത്തു വന്നാട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. ഞാൻ കേച്ചേരിയിലൊരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്യാഷ് തികയാണ്ടായപ്പോൾ ഞാൻ അതങ്ങനെ പതുക്കെ ലാഗ് ചെയ്ത് പോവുക. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഉദ്ഘാടനത്തിനൊരു ദൂതനെ ഞാൻ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഏറ്റെടുത്തിട്ട് 2 കുറി മുടങ്ങിയെടുക്കണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 8 തവണയും മുടങ്ങിയെടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞു, ആ കുറി അവിടെ നിന്ന് ലോൺ തന്ന് പുതുക്കിയെടുക്കാം, എടുത്തിട്ട് കുറി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ ചാൻസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കുറി അവിടെ തന്നെ ലോൺ എടുത്തിട്ട് കുറി വെച്ചു, കണ്ടിന്യൂ ചെയ്തത് ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് 2 നറുക്ക് കിട്ടി, 2 കുറി. അതെനിക്കൊരു ചാൻസായിട്ട് ദൈവം തന്നതാണ്. ആ ചാൻസ് ഞാൻ ശരിയായി ഉപയോഗിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയരേ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായിട്ട് അല്ലെങ്കിൽ കുടുംബമായി സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ദൈവം ഭയങ്കരമായ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ തൊടാൻ പോവുകയാണ്. എൻ്റെ കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആഴത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാമോ പ്രിയരെ? ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളെ തൊടും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സൗഖ്യം വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്കായിട്ട് തലമുറയുടെ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി കരയുന്നവർക്ക് കർത്താവേ, ഇന്നൊരു അത്ഭുതം അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങയുടെ കരം അങ്ങ് നീട്ടിയതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയച്ചതിനായി സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്പാ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് പൂർണ്ണ വിടുതൽ വെളിപ്പെടുകയാണ്. നാളുകളായി വിവാഹത്തിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നതിനുണ്ട്, നാളുകളായിട്ട് ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നതിനുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശു വാക്ക് മാറാത്തവനാ, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം അങ്ങ്
വെളിപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ കരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവേ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. ഒരു വലിയ അത്ഭുതം കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് ആദ്യ ചില ബിസിനസ്സുകൾ കർത്താവ് തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയാം, സൗമ്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സൗമ്യയ്ക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുന്നു. അതേപോലെ തന്നെ അറിയാം കർത്താവെ, എന്നെ കാണുന്ന അറിയാം 2-3 ആൾക്കാർ അറിയാം ഒരു പുതിയ വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാം, ജോലി നഷ്ടപ്പെട്ടു പോയി, അറിയാം ബിസിനസ് നടക്കുന്നില്ല, അറിയാം ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 3 പേർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ചില രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ദൈവശക്തിയാൽ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാൻ കർത്താവെ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ വലിയ വഴികൾ തുറക്കുന്നല്ലോ, വലിയ വാതിലുകൾ തുറക്കുന്നല്ലോ, ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവെ, വാതിൽ തുറന്നെന്നും അത്ഭുതം നടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ വാതിൽ ഇപ്പോൾ തുറക്കട്ടെ അപ്പ. നാളുകളായിട്ട് ഹല്ലേലൂയ വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നല്ലോ, ആ കർത്താവിൻ്റെ കരം ഇപ്പോൾ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ചിലവരെ തൊട്ടതിനായി നന്ദി, ചിലവർ രോഗം മാറിയതിനായി സ്തോത്രം, ചിലവർക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നതിനായി നന്ദി. അറിയാം, ലില്ലി എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. അത്ഭുതം വെളിപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകേഷിൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട് ഹല്ലേലൂയ, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന 811 വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. 9072 എന്ന് കാണുന്ന നമ്പർ വാട്സപ്പാണ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം, വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെങ്കിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുമിക്കാം പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്പറിൽ വിളിക്കുകയും യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ അറിയാം ഫേസ്ബുക്കുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.